വെൽക്കം ടു CSEB ആസ്പിരൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1049/2024 എന്ന ചോദ്യ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിനു മുമ്പേ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ അതുകൂടാതെ നമ്മുടെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ധാരാളം വീഡിയോസ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. 112 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കേട്ടോ. 113 തൊട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദർ ഈസ് നോ ഫ്ലോ ഓഫ് ഫണ്ട്സ് വെൻ. ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ല എന്നാണ്. എപ്പോൾ, ഏതൊക്കെ സമയത്താണ് ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ലാതെയാവുക? ഫിക്സഡ് അസറ്റ്സ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫിക്സഡ് ലയബിലിറ്റി. ഫിക്സഡ് അസറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു കറണ്ട് ലയബിലിറ്റി. ഫിക്സഡ് അസറ്റ്സ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു കറണ്ട് അസറ്റ്. ഫിക്സഡ് ലയബിലിറ്റി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കറണ്ട് അസറ്റ്. ഇതിൽ ഏത് സമയത്താണ് ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാനുള്ളത്, ഫിക്സഡ് അസറ്റ് കറണ്ട് ആവുമ്പോൾ, അതായത് ഫിക്സഡ് കറണ്ട് ആവുമ്പോൾ എന്തുണ്ട്? ഫ്ലോ ഉണ്ട് എന്ന് ആലോചിക്കാം. ഫിക്സഡ് കറണ്ട് ആവുമ്പോൾ ഫ്ലോ ഉണ്ട്. അപ്പോൾ ഇവിടെ 3 കേസ് പറഞ്ഞിടത്തും ഫിക്സഡ് അസറ്റ് കറണ്ട് ലയബിലിറ്റി ആയി, ഫിക്സഡ് അസറ്റ് കറണ്ട് അസറ്റായി. ഈ ബിയും സിയും ഡിയിലും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഫിക്സഡ് ലയബിലിറ്റി കറണ്ട് അസറ്റായി, ഒക്കെ കറണ്ടിലേക്ക് മാറുകയാണ്. ഫിക്സഡ് കറണ്ട് ആവുമ്പോൾ എന്തുണ്ട്? ഫ്ലോ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫ്ലോ ഇല്ലാത്തത് എന്തു മാത്രമേ ഉള്ളൂ? ഫിക്സഡ് അസറ്റ് ഫിക്സഡ് ലയബിലിറ്റി ആയിട്ട് നിലനിർത്തുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഫ്ലോക്ക് എന്തില്ല? വ്യത്യാസം വരണില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഫിക്സഡ് അസറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫിക്സഡ് ലയബിലിറ്റി എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഫ്ലോ ഇല്ലാത്തത് ഏത് എന്ന ചോദ്യത്തിന്. അപ്പോൾ ഫ്ലോ ഉണ്ടാവണമെങ്കിൽ നമ്മൾ പറഞ്ഞു കറണ്ടും ആകുമ്പോൾ എന്തില്ല? ഫ്ലോ ഇല്ല. കറണ്ടും സെയിം ആണല്ലോ. ഫിക്സഡും ആകുമ്പോഴെന്തില്ല? ഫ്ലോ ഇല്ല. കറണ്ടിൽ നിന്ന് നോൺ കറണ്ടിലേക്ക് മാറുക. കറണ്ട് എന്ന് വെച്ചാൽ കറണ്ടിൽ നിന്ന് ഫിക്സഡിലേക്ക് മാറുക. അതാണ് നോൺ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോഴാണ് എന്തുണ്ടാവുക? ഈ ഫ്ലോ ഉണ്ടാവുക കേട്ടോ. ഫണ്ട് ഫ്ലോയിലെ ഒരു ഭാഗമാണിത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി ആവുമ്പോൾ ഫണ്ട് ഫ്ലോ ഉണ്ടോ? കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി ആവുമ്പോൾ കറണ്ടും അല്ലേ, അപ്പോൾ ഫണ്ട് ഫ്ലോ ഇല്ല. എന്നാൽ കറണ്ട് അസറ്റ് നോൺ കറണ്ട് ആവുമ്പോൾ എന്തുണ്ട്? ഫണ്ട് ഫ്ലോ ഉണ്ട്. അതായത് ഇപ്പം ക്യാപിറ്റൽ ആവുക, കറണ്ട് ലയബിലിറ്റി ക്യാപിറ്റൽ ആവുക. എന്ന് വെച്ചാൽ ക്യാപിറ്റൽ നോൺ കറണ്ട് ആണ് കേട്ടോ. ക്യാപിറ്റൽ നോൺ കറണ്ട് ആണ്. അപ്പോൾ കറണ്ട് നോൺ കറണ്ട് ആവുമ്പോൾ എന്തുണ്ട്? ഫ്ലോ ഉണ്ട്. ഫണ്ട് ഫ്ലോ അവിടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഏതൊക്കെ കേസിലാണെന്ന് അത് മാറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. അതിനനുസരിച്ചിട്ട് ഉത്തരം എഴുതുക. ഓക്കെ, അടുത്ത ചോദ്യം. വെൻ ക്യാഷ് സെയിൽസ് ആർ മെയ്ഡ് ബൈ കൺസൈനി ദ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഇൻ കൺസൈനീസ് ബുക്ക്. ക്യാഷ് സെയിൽസ് നടത്തുകയാണ് കൺസൈനി. അപ്പോൾ എന്താണ് കൺസൈൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു കമ്പനി ഇപ്പോൾ ബോംബെയിലുള്ളൊരു കമ്പനിയാണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ വേറെ ദൂരത്ത് എവിടെയെങ്കിലും ഒരു കമ്പനി. ആ കമ്പനിയിൽ ഇപ്പോൾ കേരളത്തിലേക്ക് വന്നിട്ട് ഇപ്പോൾ പ്രോഡക്റ്റ്സ് വിൽക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ അവരിവിടെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ട്, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഒരു ഫ്രാഞ്ചൈസീനെ പോലെ ഒരു ആൾക്കാരെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവരുടെ ഗുഡ്സ് ഇവിടേക്ക് അയച്ചു കൊടുക്കുക. ഇവർക്ക് ഓൾറെഡി ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റും അല്ലെങ്കിൽ എംപ്ലോയീസും അതിനുള്ള വെയർ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അതും എന്താണ്? കൺസൈൻമെൻറ്റ് തന്നെയാണ്. അവർ സാധനങ്ങൾ ഇങ്ങോട്ട് അയച്ചിട്ട് ഇവർ വിൽപ്പന നടത്തുന്നു. ഓക്കെ, പക്ഷേ അവരുടെ അസറ്റാണ്, അവർക്കാണ് അതിൻ്റെ ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ. പൊസഷൻ മാത്രമേ ഇവർക്കുള്ളൂ. ഇവർക്കൊരു കമ്മീഷൻ കൊടുക്കും. അങ്ങനെ ഒരു ഏജൻറ്റ്, അങ്ങനെ പ്രിൻസിപ്പൽ ബന്ധമാണ് അവർ തമ്മിലുള്ളത്. അപ്പോൾ അങ്ങനെ പ്രവൃത്തിയെടുക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിനെ ഏൽപ്പിക്കുകയാണ് അതിൻ്റെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് കൊടുക്കുകയാണ് വിൽക്കാൻ വേണ്ടിയിട്ട്. അത് കൺസൈൻമെൻറ്റ് തന്നെയാണ് കേട്ടോ. അതാണ് കൺസൈനർ എന്ന് വെച്ചാൽ ആ ഓണറാണ് കൺസൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആർക്കാണോ നമ്മൾ വിൽക്കാൻ ഏൽപ്പിച്ച് കൊടുക്കുന്നത് അതാണ് കൺസൈനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത് കമ്മീഷൻ ബേസ്ഡ് ആണ്. അത് വിറ്റ് കഴിഞ്ഞാൽ ഇത്ര കമ്മീഷൻ, അവരുടെ ഒരു ഫിക്സഡ് കമ്മീഷൻ ഉണ്ടാവും. അപ്പോൾ അത് പ്രകാരമുള്ള കമ്മീഷനാണ് അദ്ദേഹത്തിന് കിട്ടുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൺസൈൻമെൻറ്റിൽ പറയുന്നത്. അപ്പോൾ കൺസൈൻമെൻറ്റിൽ ഈ കൺസൈനി ക്യാഷ് സെയിൽസ് നടത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിന് വിറ്റപ്പോൾ കാശ് വന്നു അല്ലേ. പക്ഷേ ക്യാഷ് വന്നെങ്കിലും അത് ആരുടെ? ഓൺ ബിഹാഫ് ഓഫ് ദ കൺസൈനറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസൈനിയുടെ ബുക്കിൽ ക്യാഷ് സെയിൽസ് നടന്നു കഴിഞ്ഞാൽ എന്താ ക്രെഡിറ്റ് ചെയ്യുക? കൺസൈനേഴ്സ് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് കൺസൈനർ എന്ന് പറഞ്ഞ ഉത്തരമാണ് വരുന്നത്. ഇത് പല രീതിയിൽ
അങ്ങനെ ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് കേട്ടോ. അപ്പോൾ ദ കൺസൈനി ഈസ് സെല്ലിംഗ് ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ കൺസൈനർ ആൻഡ് ഡസ് നോട്ട് ഓൺ ദ ഗുഡ്സ്. അദ്ദേഹത്തിന് ഓണർഷിപ്പ് ഒന്നുമില്ല, അദ്ദേഹം വെറുതെ വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ഒരാൾ മാത്രമാണ്. വെൻ എ സെയിൽ ഈസ് മെയ്ഡ് ദ കൺസൈനി കളക്ട്സ് ക്യാഷ് ബട്ട് ഓസ് ദ എമൗണ്ട് ടു ദ കൺസൈനർ. കൺസൈനർക്ക് കൈമാറണം. ദ എൻട്രി ഇൻ ദ കൺസൈനേഴ്സ് ബുക്സ് വുഡ് ബി ക്യാഷ് ഓർ ബാങ്ക്. അതുപോലെ എവിടേക്ക് ക്രെഡിറ്റ് ചെയ്യും? കൺസൈനർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അതാണ് പറയണത്. ഇനി അടുത്തത് പറയണത് ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഡെറ്റേഴ്സ് റിസൾട്ടിങ്. എമൗണ്ട് ഓഫ് ഡെറ്റേഴ്സ് കൂടിയാൽ എന്താണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ പറയണത് ഇൻക്രീസ് ഇൻ ക്യാഷ് കൂടും, ഇൻക്രീസ് ഇൻ സ്റ്റോക്ക് കൂടും, ഡിക്രീസ് ഇൻ ക്യാഷ് കുറയും, നൺ ഓഫ് ദീസ്. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, കടക്കാരെ എണ്ണം വർദ്ധിച്ചാൽ എന്താ ഉണ്ടാവുക? നമ്മുടെ ഫേമിൻ്റെ അവസ്ഥ എന്താവും? പണത്തിൽ കുറവുണ്ടാവും അല്ലേ? പണത്തിൽ കുറവുണ്ടാവും എന്നുള്ള ഓപ്ഷൻ ഇവിടെ എവിടെയാണ് വന്നിരിക്കുന്നത്? ഡിക്രീസ് ഇൻ ക്യാഷ് എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉത്തരം ഏതാണ്? ഡിക്രീസ് ഇൻ ക്യാഷ് എന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ദ റിസൾട്ട് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എവിടേക്കാണ്? അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന സർപ്ലസ് ആയാലും ഡെഫിസിറ്റ് ആയാലും അത് എവിടേക്കാണ്? ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക കേട്ടോ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന സംഭവങ്ങൾ എവിടേക്കാണ്? സർപ്ലസ് ആയാലും ഡെഫിസിറ്റ് ആയാലും എവിടേക്കാണ്? ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ഓർത്തിരിക്കുക. ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ക്ലാസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അക്കൗണ്ടൻസിയിൽ. അപ്പോൾ നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ആവശ്യമുള്ളവരൊന്ന് പോയി കണ്ടോളൂ. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കിട്ടും ആ വീഡിയോ കാണുമ്പോൾ. ഡിപ്രിസിയേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് കോസ്റ്റ്. ഡിപ്രിസിയേഷൻ ഏത് കോസ്റ്റിന് ഉദാഹരണമാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇംപ്ലിസിറ്റ്, എക്സ്പ്ലിസിറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ്, സെല്ലിങ് ഏതിനുള്ളതെന്ന് വെച്ചാൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ് കേട്ടോ. ഒരു ഫേമിൻ്റെ അകത്തെ ചിലവുകളാണ്. അപ്പോൾ ഇംപ്ലിസിറ്റിൽ നമ്മൾ പറയണത് ഫേമിൻ്റെ ഓണറുടെ ചിലവുകൾ, അങ്ങനെ ഓണറുടെ ഇപ്പോൾ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം, അത് ഇംപ്ലിസിറ്റ് കോസ്റ്റാണ്. അതേപോലെ തന്നെ അതായത് പുറത്തേക്ക് കൊടുക്കേണ്ടാത്ത ചിലവുകളാണ് ഡിപ്രിസിയേഷൻ. അകത്തുള്ള ഒരു പിന്നെ ഇൻവെൻറ്ററിയുടെ ഡിപ്രിസിയേഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്, സമയമുള്ളവരൊന്ന് പോയി കാണുക കേട്ടോ. സൂപ്പർ ക്വിക്ക് അസറ്റ് എന്താണെന്ന് അടുത്ത ക്വസ്റ്റ്യൻ. സൂപ്പർ ക്വിക്ക് അസറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്റ്റിംഗ് ഫ്രം കറണ്ട് അസറ്റ്. സൂപ്പർ ക്വിക്ക് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് അസറ്റിൽ നിന്ന് എന്താണ് ഡിഡക്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം സൂപ്പർ ക്വിക്ക് അസറ്റ് എന്താണെന്ന് നോക്കണം അല്ലേ, അപ്പോഴല്ലേ നമുക്കത് മനസ്സിലാവുള്ളൂ. സൂപ്പർ ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ക്വിക്ക് അസറ്റ് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൂപ്പർ ക്വിക്ക് അസറ്റും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള ബന്ധമാണെന്ത്? സൂപ്പർ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത് കേട്ടോ. സൂപ്പർ ക്വിക്ക് അസറ്റും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള ബന്ധമാണ് സൂപ്പർ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർ ക്വിക്ക് അസറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അങ്ങനത്തെ ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയതാണ് സൂപ്പർ ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ. സൂപ്പർ ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആൻഡ് ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ്. പെട്ടെന്ന് സൂപ്പറായിട്ട് ക്വിക്ക് അസറ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ലിക്വിഡാക്കി മാറ്റാൻ പറ്റുന്നത്, അതാണ് സൂപ്പർ ക്വിക്ക് അസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് പൈസയാക്കി മാറ്റാൻ പറ്റുന്നത്. അപ്പോൾ അത് കുറഞ്ഞിട്ട് അതാണ് എന്ത് പറയണത്? സൂപ്പർ ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂപ്പർ ക്വിക്ക് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം കറണ്ട് അസറ്റിൽ നിന്ന് ഈ സൂപ്പർ ക്വിക്ക് അസറ്റ് അല്ലാത്ത സംഭവങ്ങൾ മൈനസ് ചെയ്യണം, മൈനസ് ചെയ്ത് മാറ്റി നിർത്തണം. കറണ്ട് അസറ്റിൽ നിന്ന് ഇൻവെൻറ്ററീസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഡെറ്റർ, ഇതൊന്നും എന്തല്ല? സൂപ്പർ ക്വിക്ക് അസറ്റ് അല്ലാത്തതാണ്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ എന്താണ്? സൂപ്പർ ക്വിക്ക് അസറ്റ് ആയിട്ടാണ് പരിഗണിക്കുക കേട്ടോ. അപ്പോൾ അതാണ് അവിടെ പറയണത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ഡി ഏതാണ്? ഇൻവെൻറ്ററീസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഡെറ്റർ, ഇവർ 3 പേരെയാണ് എന്ത് ചെയ്യുന്നത്? ഈ കറണ്ട് അസറ്റിൽ നിന്ന് കുറയ്ക്കുന്നത്. അപ്പോൾ എന്താവും? അപ്പോൾ അത് സൂപ്പർ ക്വിക്ക് അസറ്റ് ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണ് പറയണത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക. സൂപ്പർ ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആൻഡ് ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതാണ് സൂപ്പർ ക്വിക്ക് അസറ്റ്. കറണ്ട് അസറ്റിൽ നിന്ന് നമ്മൾ എന്താ കുറയ്ക്കണത്? കറണ്ട് അസറ്റിൽ നിന്ന് ഇൻവെൻറ്ററീസും, പ്രീപെയ്ഡ് എക്സ്പെൻസസും, ഡെറ്ററും, അതായത് അല്ലാത്തവ കുറച്ച് കഴിഞ്ഞാൽ എന്താവും? സൂപ്പർ ക്വിക്ക് അസറ്റ് കിട്ടും. പിന്നെ അതാണ് ഈ സൂപ്പർ ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ക്വിക്ക് അസറ്റും ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റിയാണ് എന്ത്? സൂപ്പർ ക്വിക്ക് റേഷ്യോയുടെ
കാണാനുള്ള ആ ഒരു എന്താ പറയുക ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്താണെന്ന്. ഡെറ്റും ഇക്വിറ്റി. അപ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്താണ്? കൺസിഡേർഡ് ടു ബി സാറ്റിസ്ഫാക്ടറി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാറ്റിസ്ഫാക്ടറി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 0 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 മുതൽ ഒരു 1.5 വരെയൊക്കെയാണ് സാറ്റിസ്ഫാക്ടറി ലെവൽ എന്ന് പറയുക. അപ്പോൾ അവിടെ 1.5 ഇല്ലല്ലോ, 1 മുതൽ 1.5 ഇല്ല. അപ്പോൾ അവിടെ 1 ഉത്തരമായിട്ട് കൊടുക്കാൻ പറ്റുന്നത് കേട്ടോ. 1 ആൻസറായിട്ട് കൊടുക്കാം. ഇവിടെ ആൻസർ നമ്മൾ അടയാളപ്പെടുത്തിയില്ല. ഇൻവെൻറ്ററീസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആൻഡ് ഡെറ്റർ മൈനസ് ചെയ്യണം കേട്ടോ കറണ്ട് അസറ്റിൽ നിന്ന്. അപ്പോൾ എന്ത് കിട്ടും? സൂപ്പർ ക്വിക്ക് അസറ്റ് കിട്ടും. സൂപ്പർ ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണെങ്കിൽ സൂപ്പർ ക്വിക്ക് റേഷ്യോ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഡാഷ് അക്കൗണ്ട്സ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു പെർമനൻ്റ് അക്കൗണ്ട്. പെർമനൻ്റ് അക്കൗണ്ട് ഏതാണ്? അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഓൾ ഓഫ് ദി എബവ്. ഏതാണ്? എല്ലാം പെർമനൻ്റ് അക്കൗണ്ടിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തത് പറയുന്നത് ക്യാഷ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് ജസ്റ്റ് ലൈക്ക്. ക്യാഷ് ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? ക്യാഷ് ബുക്ക് ഏതുപോലെയാണ് പ്രിപ്പയർ ചെയ്യുക? ജസ്റ്റ് ലൈക്ക് ലെഡ്ജർ അല്ലേ? ലെഡ്ജർ പോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പറയണത് പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർ. ഫോർഫീറ്റഡ് ഷെയർ റീഇഷ്യൂ ചെയ്യുമ്പം ഏത് പ്രോഫിറ്റാണ്, അത് ഏത് ടൈപ്പാണെന്ന്, ഏതായിട്ടാണ് പരിഗണിക്കുക അതിനെ? ഡിവിസിബിൾ ആണോ, റവന്യൂ ആണോ, ക്യാപിറ്റൽ ആണോ, ഓൾ ഓഫ് ദി എബവ് ആണോ? അപ്പോൾ ഈ ഫോർഫീറ്റഡ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ അടയ്ക്കാത്ത പൈസ ആ ഒരു ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിൽ അടച്ചില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ അദ്ദേഹത്തിന് അത് കൈവശം വയ്ക്കാനുള്ള അവകാശം നഷ്ടപ്പെടുന്നത് മൂലമാണ് ഫോർഫീറ്റഡ് ഷെയർ ഉണ്ടാവുന്നത്. അത് റീഇഷ്യൂ ചെയ്യാൻ പറ്റും. അങ്ങനെ കൂടുതൽ വിലയ്ക്ക് വിൽക്കുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പം അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടായാൽ അതിന് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് പരിഗണിക്കുക. ഫോർഫീറ്റഡ് ഷെയർസ് റീഇഷ്യൂ ചെയ്യാം. റീഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് പരിഗണിക്കും. പരിഗണിച്ചതിന് ശേഷം അതിനെ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അതൊരു ക്യാപിറ്റൽ ഗെയിനാണ് കമ്പനിയെ സംബന്ധിച്ച്. അപ്പോൾ റീഇഷ്യൂ ചെയ്ത ഫോർഫീറ്റഡ് ഷെയർ റീഇഷ്യൂ ചെയ്യും. റീഇഷ്യൂ ചെയ്താൽ അതിനെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് പരിഗണിക്കും. അതൊരു ക്യാപിറ്റൽ ഗെയിനാണ്. അത് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം വരിക എന്താണ്? ക്യാപിറ്റൽ എന്നാണ് ഇവിടെ ഉത്തരം വരിക. അപ്പം നമുക്ക് പതുക്കെ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം പ്രോമിസറി നോട്ടുമായി ബന്ധപ്പെട്ടതാണ്. പ്രോമിസറി നോട്ട് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കടക്കാരനായ ഡെറ്റർ. അപ്പോൾ എന്താണ് പ്രോമിസറി നോട്ട്? വെറുതെ പറഞ്ഞു പോവാം, അറിയണതാവും എല്ലാവർക്കും. ഐ പ്രോമിസ് ടു പേ എന്ന് ആലോചിച്ചാൽ മതി. ഞാൻ തരാം, അതാണ് പ്രോമിസറി നോട്ട്. അതായത് ഇപ്പോൾ ഞാനെന്ന വ്യക്തി മറ്റൊരാൾക്ക് 50,000 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ അയാളിങ്ങനെ ചോദിക്കും വന്നിട്ട്, നീ എന്നാ എനിക്ക് 50,000 രൂപ മടക്കി തരിക എന്ന് ചോദിക്കും. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ശല്യമായി. കൊടുക്കണം എന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ കാശില്ല അല്ലേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ ഒരു പ്രോമിസറി നോട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ പറയും ഐ പ്രോമിസ് ടു പേ ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ ഞാൻ തന്നിരിക്കും. വ്യക്തമായി എഴുതണമല്ല. ഇന്ന ആൾക്ക് ഇത്ര രൂപ ഞാൻ ഇന്ന ദിവസത്തിനുള്ളിൽ 3 മാസത്തിനുള്ളിൽ കൊടുത്തുകൊള്ളാം, അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ ഈ തീയതിയിൽ. അങ്ങനെ പെർഫെക്റ്റായിട്ട് എഴുതി, ക്യാഷ് മാത്രമേ പറ്റുള്ളൂ, കൈൻ്റെ ആയിട്ടൊന്നും പറ്റില്ല. അങ്ങനെ ഞാൻ എഴുതി അയാൾക്ക് കൊടുക്കുന്നു. ഓക്കെ, അതാണ് പ്രോമിസറി നോട്ട്. അപ്പോൾ അത് തയ്യാറാക്കുക കടക്കാരനാണ്. ഞാൻ കടക്കാരനാണല്ലോ, അപ്പം ഞാനാണ് തയ്യാറാക്കുക. ഞാൻ തരാമെന്നുള്ള ഉറപ്പിന്മേൽ. അതാണ് പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഡെറ്ററാണ്. പിന്നെ അടുത്തത് ഇഫ് ആൻ എൻ്റർപ്രൈസ് ഫോളോസ് സെയിം മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ ഇയർ ആഫ്റ്റർ ഇയർ. ഒരേ മെത്തേഡ്, ഓരോ കൊല്ലം ഒരേ മെത്തേഡ് തന്നെ. അത് എന്തുകൊണ്ടാണ്? അത് ഏത് പ്രിൻസിപ്പളിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. കൺസിസ്റ്റൻസി ആണോ, കൺവീനിയൻസ് ആണോ, ഡിസ്ക്ലോഷർ ആണോ, ഓൾ ഓഫ് ദി എബവ് ആണോ? എല്ലാ വർഷവും ഒരേ മെത്തേഡ്, അതായത് ഒരേ മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്തിൻ്റെ ഭാഗമാണ്? കൺസിസ്റ്റൻസി പ്രിൻസിപ്പളിൻ്റെ ഭാഗമായിട്ടാണ് ഒരേ മെത്തേഡ് ഫോളോ ചെയ്യുന്നത്.
ആ ഭാഗത്തുനിന്ന് സാധാരണ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പം നോക്കാത്ത കുട്ടികൾ നോക്കണം കേട്ടോ. പിന്നെ അടുത്തത് പറയുന്നത് ഗുഡ്സ് വർത്ത് ₹500 ചാരിറ്റി ആയിട്ട് കൊടുത്തു എന്നാണ് പറയണത്. ഗുഡ്സ് സാധനം, ഇപ്പോൾ പൈസ അല്ല, ഇപ്പോൾ സാധനങ്ങളൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ അങ്ങനെ കൊടുക്കില്ലേ, അങ്ങനെ എന്തെങ്കിലും ചാരിറ്റി ആയിട്ട് കൊടുത്തു. അപ്പോൾ അത് ഏത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതിനെയാണ് ക്രെഡിറ്റ് ചെയ്യുക? പർച്ചേസസിനെയാണ് ക്രെഡിറ്റ് ചെയ്യുക കേട്ടോ. പർച്ചേസസ് വിൽ ബി ക്രെഡിറ്റഡ് ഇഫ് ഗുഡ്സ് ആർ ഗിവൺ ആസ് ചാരിറ്റി. വെൻ അക്കൗണ്ടിങ് ഫോർ ഗുഡ്സ് ഗിവൺ ആസ് ചാരിറ്റി പർച്ചേസസ് റെഡ്യൂസ് ചെയ്യുമല്ലോ എന്തായാലും. വിത്ത് ദ എക്സാക്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് കോൺട്രിബ്യൂട്ടഡ് ദ എമൗണ്ട് ഈസ് റെഡ്യൂസ്ഡ് ഫ്രം പർച്ചേസസിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ കുറച്ച് കാണിക്കണം അത്. പിന്നെ അതേപോലെ തന്നെ എക്സ്പെൻസിൽ ഡെബിറ്റ് സൈഡിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കും വേണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും വേണം. അപ്പോൾ അതാണ് ഇവിടെ പറയണത്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? പർച്ചേസസ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 125ാമത്തെ ചോദ്യം വരെ എത്തി. ഇത്രയും ക്വസ്റ്റ്യൻസേ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.